ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് കേട്ടോ. ഇന്ന് നോക്കുന്ന എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 2 ക്ലാസ് മുമ്പ് മലയാളത്തിൻ്റെ തൊട്ടുമുമ്പ് അപ്ലോഡ് ചെയ്ത 2 ക്ലാസ്സുകളും മുഴുവൻ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്, 4 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കണം. 1, ദിനം പ്രതി യശസ് വർദ്ധിച്ചു വരുന്നു. 2, ദിവസം തോറും യശസ് വർദ്ധിച്ചു വരുന്നു. 3, ദിനം പ്രതി എന്നുമെന്നും യശസ് വർദ്ധിച്ചു വരുന്നു. 4, ദിനം പ്രതി ഓരോ ദിവസവും യശസ് വർദ്ധിച്ചു വരുന്നു. ഈ വാക്യങ്ങളിൽ ഏതൊക്കെ വാക്യങ്ങളാണ് ശരിയായിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ വാക്യം 1, 4 ശരി. ഓപ്ഷൻ ബി വാക്യം 3, 4 ശരി. ഓപ്ഷൻ സി വാക്യം 1, 2 ശരി. ഓപ്ഷൻ ഡി വാക്യം 2, 3 ശരി. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ബുദ്ധിമുട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. വാക്യം 1, 2 ശരിയാണ് കേട്ടോ. 1 ശരി, അതുപോലെ 2 ശരിയാണ്. 1, ദിനം പ്രതി യശസ് വർദ്ധിച്ചു വരുന്നു, കറക്റ്റാണ്. 2, ദിവസം തോറും യശസ് വർദ്ധിച്ചു വരുന്നു, ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. എന്നാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, ദിനം പ്രതി എന്നുമെന്നും യശസ് വർദ്ധിച്ചു വരുന്നു. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ദിനം പ്രതി എന്നതിൻ്റെ അർത്ഥം തന്നെയാണ് എന്നുമെന്നും. അപ്പോൾ പിന്നെ നമ്മൾ എന്നുമെന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, ആ വാക്ക് അഡീഷണലായിട്ട് ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. അതുപോലെ തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദിനം പ്രതി ഓരോ ദിവസവും യശസ് വർദ്ധിച്ചു വരുന്നു. ഈ ദിനം പ്രതി എന്നതിൻ്റെ അർത്ഥം തന്നെയാണ് ഓരോ ദിവസവും. അപ്പോൾ പിന്നെ രണ്ടും കൂടെ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദിനം പ്രതി എന്നതിൻ്റെ അർത്ഥം ദിവസം തോറും അല്ലെങ്കിൽ ഓരോ ദിവസവും എന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ രണ്ടും കൂടി നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. ഇപ്പോൾ ഒന്നുകിൽ ദിനം പ്രതി യശസ് വർദ്ധിച്ചു വരുന്നു എന്ന് മതി, അല്ലെങ്കിൽ ഓരോ ദിവസവും യശസ് വർദ്ധിച്ചു വരുന്നു എന്ന് പറയാം. അപ്പോൾ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ദിനം പ്രതി യശസ് വർദ്ധിച്ചു വരുന്നു. ഓക്കെ, അപ്പോൾ 3, 4 സ്റ്റേറ്റ്മെൻറ്റ് 3, 4 തെറ്റാവാൻ കാരണം അതാണ്. ഓക്കെ, ഇതുപോലെ ഒരുപാട് ടൈപ്പിൽ ചോദ്യങ്ങൾ ഇപ്പോൾ PSCയിൽ വരുന്നുണ്ട്. PSC മലയാളം ടോപ്പിക്കിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. അടുത്ത ചോദ്യം, ബഹുവചന ശബ്ദം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ബഹുവചന ശബ്ദം അല്ലാത്തത്. ഓപ്ഷൻസ് മിടുക്കർ, അധ്യാപകർ, പൂക്കൾ, ഗുരുക്കൾ. ബഹുവചന ശബ്ദം അല്ലാത്തതാണ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഗുരുക്കളാണ്. ബാക്കിയൊക്കെ ബഹുവചന ശബ്ദങ്ങളാണ്. മിടുക്കർ, അതുപോലെ തന്നെ അധ്യാപകർ, പൂക്കൾ, അതൊക്കെ ബഹുവചന ശബ്ദങ്ങളാണ്. എന്നാൽ ഗുരുക്കൾ ബഹുവചന ശബ്ദം അല്ല. അടുത്ത ചോദ്യം, പുരോഗതി എന്നതിൻ്റെ വിപരീത പദം എന്ത്? പുരോഗതി എന്നതിൻ്റെ വിപരീത പദം. ഓപ്ഷൻ എ പശ്ചാത്ഗതി. ഓപ്ഷൻ ബി പശ്ചിമഗതി. ഓപ്ഷൻ സി അധമഗതി. ഓപ്ഷൻ ഡി അപുരോഗതി. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, പശ്ചാത്ഗതി. ഓപ്ഷൻ എ പശ്ചാത്ഗതിയാണ് ആൻസർ. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പുരോഗതി എന്നതിൻ്റെ വിപരീത പദം പശ്ചാത്ഗതി. അടുത്ത ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇപ്പോൾ സ്വച്ഛന്തം എന്ന പദമാണ് തന്നിരിക്കുന്നത്. അതിൽ ശരിയായിട്ടുള്ള പദം ഏതാണ് ഈ തന്നിരിക്കുന്നതിൽ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആ ചായും ന്തയും ശ്രദ്ധിച്ചോളാം കേട്ടോ, സ്വച്ഛന്തം. അടുത്ത ചോദ്യം, തുലാം പ്ലസ് ഇൻ്റെ ചേർത്തെഴുതിയാൽ എങ്ങനെ എഴുതാം? തുലാം പ്ലസ് ഇൻ്റെ. ഓപ്ഷൻ എ തുലാമിൻ്റെ. ഓപ്ഷൻ ബി തുലാത്തിൻ്റെ. ഓപ്ഷൻ സി തുലാതിൻ്റെ. ഓപ്ഷൻ ഡി തുലാമിൻ്റെ. തുലാം പ്ലസ് ഇൻ്റെ. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, തുലാത്തിൻ്റെയാണ് കേട്ടോ. ഇത്ത വരും, ഇത്ത, തുലാത്തിൻ്റെ.
തുലാം പ്ലസിൻ്റെ, തുലാത്തിൻ്റെ. അടുത്ത ചോദ്യം, കരി എന്നർത്ഥം വരുന്ന പദം ഏതാണ്? കരി എന്നർത്ഥം വരുന്ന പദം. ഓപ്ഷൻ എ ഇംഗാലം, ഓപ്ഷൻ ബി ഉപലം, ഓപ്ഷൻ സി സലിലം, ഓപ്ഷൻ ഡി അജലം. കരി എന്നർത്ഥം വരുന്ന പദം ഇംഗാലമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, ഇംഗാലം. കരി എന്നർത്ഥം വരുന്ന പദം ഇംഗാലം. ഇനി ഓപ്ഷൻ ബി ഉപലം എന്ന് വെച്ചാൽ എന്താണ്? ഉപലം എന്ന് വെച്ചാൽ കല്ലാണ് കേട്ടോ, കല്ല്. ഉപലം എന്ന് വെച്ചാൽ കല്ല്. ഇനി അജലം എന്ന് വെച്ചാൽ എന്താണ്? അജലം. ഓപ്ഷൻ ഡി അജലം എന്ന് വെച്ചാൽ പർവ്വതമാണ് കേട്ടോ, പർവ്വതം. അതുപോലെ ഓപ്ഷൻ സി സലിലം എന്ന് വെച്ചാൽ എന്താണ്? സലിലം എന്ന് വെച്ചാൽ ജലമാണ് കേട്ടോ. സലിലം എന്ന് വെച്ചാൽ ജലം. ഇപ്പം കരി എന്നർത്ഥം വരുന്ന പദം ഇംഗാലം. ഉപലം എന്നതിൻ്റെ അർത്ഥം കല്ല്, സലിലം എന്നതിൻ്റെ അർത്ഥം ജലം, അജലം എന്നതിൻ്റെ അർത്ഥം പർവ്വതം. അടുത്ത ചോദ്യം, എപ്പോഴും കൂടെ നടക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? എപ്പോഴും കൂടെ നടക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം. ഓപ്ഷൻ എ വക്താവ്, ഓപ്ഷൻ ബി പ്രതിനിധി, ഓപ്ഷൻ സി തിതൃക്ഷു, ഓപ്ഷൻ ഡി സന്തത സഹചാരി. എപ്പോഴും കൂടെ നടക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സന്തത സഹചാരി അല്ലേ. ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. എപ്പോഴും കൂടെ നടക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം സന്തത സഹചാരി. അടുത്ത ചോദ്യം, പ്രസാദകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം എന്താണ്? പ്രസാദകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം. ഓപ്ഷൻ എ പ്രസാദിക, ഓപ്ഷൻ ബി പ്രസാദക, ഓപ്ഷൻ സി പ്രാസാദക, ഓപ്ഷൻ ഡി പ്രസീദിക. പ്രസാദകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, പ്രസിദ്ധികയാണ്. ദി എന്നുണ്ട് കേട്ടോ, ദി എന്നുണ്ട്. പ്രസാദകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം പ്രസാദിക. പ്രസാദകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം പ്രസാദിക. ഓക്കെ. അടുത്ത ചോദ്യം, കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ഏത്? കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം. ഓപ്ഷൻ എ അക്ഷി, ഓപ്ഷൻ ബി ലോചനം, ഓപ്ഷൻ സി ലോഭം, ഓപ്ഷൻ ഡി ലോചം. കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലോചമാണ് കേട്ടോ, ലോചം. കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ലോചം. ഇനി ഓപ്ഷൻ എ അക്ഷി എന്ന് വെച്ചാൽ എന്താണ്? കണ്ണാണ് കേട്ടോ, കണ്ണ്. അക്ഷി എന്നതിൻ്റെ അർത്ഥം കണ്ണ്. അതുപോലെ ലോചനം എന്നതിൻ്റെ അർത്ഥവും കണ്ണ് തന്നെയാണ്. അക്ഷി അതുപോലെ ലോചനം രണ്ടിൻ്റെ അർത്ഥം കണ്ണെന്നാണ് കേട്ടോ, കണ്ണ്. ഓപ്ഷൻ സി ലോഭം എന്ന് വെച്ചാൽ എന്താണ്? പിശുക്ക്. ഓക്കെ, ലോഭം എന്നതിൻ്റെ അർത്ഥം പിശുക്ക്. അപ്പോൾ അക്ഷി അതുപോലെ ലോചനം ഇതിൻ്റെ അർത്ഥം കണ്ണ്. ലോഭം എന്നതിൻ്റെ അർത്ഥം പിശുക്ക്, അതുപോലെ ലോചം എന്നതിൻ്റെ അർത്ഥമാണ് കണ്ണുനീർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ചെപ്പേട് പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? ചെപ്പേട് പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ ചെം പ്ലസ് ഏട്, ഓപ്ഷൻ ബി ചെപ്പ് പ്ലസ് ഏട്, ഓപ്ഷൻ സി ചെമ്പ് പ്ലസ് ഏട്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. അപ്പോൾ ചെപ്പേട് പിരിച്ചെഴുതിയാൽ അങ്ങനെ എഴുതാം? ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ. ചെമ്പ് പ്ലസ് ഏടാണ് ചെപ്പേട്. ചെമ്പ് പ്ലസ് ഏട് ചെപ്പേട്. പലരും ഓപ്ഷൻ എ അല്ലെങ്കിൽ ബി എഴുതാൻ സാധ്യതയുണ്ട്. ചെം പ്ലസ് ഏട് ചെപ്പേട് അല്ലെങ്കിൽ ചെപ്പ് പ്ലസ് ഏട് ചെപ്പേട് എന്ന് വിചാരിച്ച് ഓപ്ഷൻ എ അല്ലെങ്കിൽ ബി എഴുതാൻ സാധ്യത ഉണ്ട്. സിയിലേക്ക് പോകാൻ വളരെ സാധ്യത കുറവാണ് പലരും. അപ്പോൾ ഓർത്തോളണം, ഓപ്ഷൻ സി ആണ് ആൻസർ. ചെമ്പ് പ്ലസ് ഏടാണ് ചെപ്പേട്. ഓക്കെ. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ നോക്കിയത്. ഇത് 10 പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്.
അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒക്കെ മോക്ക് ടെസ്റ്റ് രീതിയിൽ ഇതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്ലേലിസ്റ്റായിട്ട് നമ്മൾ ഈ ചാനൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റായിട്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ. പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.